വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ അവിടെ അരുണയുടെ വീടാണ് കാണിക്കുന്നത്. അവിടെ അച്ഛൻ പറഞ്ഞ അനുസരിച്ച് ആ ഒരു ജ്യോത്സ്യനാണെങ്കിൽ അവിടെ എത്തുന്നുണ്ട്. എന്നിട്ട് അവരോട് സംസാരിക്കുകയാണ്. ഒരു അന്ധകാരം ഇങ്ങനെ മൂടിക്കിടക്കുകയാണെന്ന് പറയുമ്പോൾ അവരിങ്ങനെ ആകെ വിഷമിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ്, പക്ഷേ ആ ഒരു അന്ധകാരത്തെ മാറ്റാനായിട്ട് ഒരു പ്രഭ അല്ലെങ്കിൽ ഒരു വെളിച്ചം അത് പിന്നെ വരാൻ പോവുകയാണ് എന്ന് പറയുന്നുണ്ട്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ കാണുന്നുണ്ട്. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു വരാൻ പോവുകയാണ്. സുഖവും സമാധാനവും ഒക്കെയുള്ള ഒരു പുതു ജീവിതമാണെങ്കിൽ, പുതിയൊരു ജീവിതം നിങ്ങൾ ജീവിക്കാനായിട്ട് തയ്യാറായിക്കൊള്ളൂ, അതിനുള്ള ഒരുക്കങ്ങളൊക്കെ കാണുന്നുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ഈ മൂർത്തിക്കും അച്ഛനും അമ്മയ്ക്കും അരുണയ്ക്കും ഒക്കെ ആകെപ്പാടെ ഇങ്ങോട്ട് സന്തോഷമാവുന്നുണ്ട്. അതായത് ഒരു കുഞ്ഞ് വരുന്നതിനെക്കുറിച്ച് തന്നെയാണ് ഈ ജ്യോത്സ്യനാണെങ്കിൽ പറയുന്നത്. അപ്പോൾ ഇവർക്ക് കുഞ്ഞിനെ കിട്ടുമെന്നുള്ളതും ഉറപ്പിക്കുന്നുണ്ട് ഇവിടെ ശാലിനി പറഞ്ഞതുകൊണ്ട്. പക്ഷേ ഈ ജ്യോത്സ്യനാണെങ്കിൽ ഇങ്ങനെ പറയുമ്പോഴൊക്കെ കാണിക്കുന്നത് ഈ സത്യഭാമയുടെ വീട്ടിൽ അവിടെ ശാലിനിയുടെ മുറിയിൽ തൊട്ടിൽ കിടന്ന് കളിക്കുന്ന ഈ ഒരു ശാരികയുടെ കുഞ്ഞിനെയാണ് കാണിക്കുന്നത്. അതിങ്ങനെ തൊട്ടിൽ കിടന്ന് കളിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ജ്യോത്സ്യൻ ഓരോ വാക്ക് പറയുമ്പോഴും ഈ കുഞ്ഞിൻ്റെ മുഖമാണ് ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്നത്. അപ്പോൾ അത് മിക്കവാറും ഈ ശാന്തയാണെങ്കിൽ കുഞ്ഞിനെ രാജേന്ദ്രൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുമായിരിക്കും. അപ്പോൾ രാജേന്ദ്രൻ അത് എവിടെയെങ്കിലും ഇനിയിപ്പോൾ ഏതെങ്കിലും അനാഥാലയത്തിൽ എവിടെയെങ്കിലും കൊണ്ട് ചെന്നാക്കുകയോ ഒക്കെ ആയിരിക്കും ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് ശാലിനിയുടെ ആ ഒരു റെക്കമെൻഡേഷനിൽ ചിലപ്പോൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഈ ഒരു കുഞ്ഞിനെ തന്നെ ചിലപ്പോൾ അരുണയ്ക്ക് കൊടുക്കുമായിരിക്കും. അങ്ങനെയാണ് വരുന്നതെങ്കിൽ ഈ കുഞ്ഞിനെ കാണിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെയായിരിക്കും വരുന്നത്. ഇവിടെ എന്താകും എന്നുള്ളത് നോക്കാം. പക്ഷേ ശാലിനിക്ക് ഈ കുഞ്ഞിനെ കണ്ടാൽ മനസ്സിലാവുമല്ലോ ഇത് ശാരികയുടെ കുട്ടിയാണ് എന്നുള്ളത്. പക്ഷേ അതിന് എങ്ങനെയെന്നുള്ളതാണ്. കുഞ്ഞിനെ നഷ്ടപ്പെടുമ്പോഴും പിന്നെ ശാരിക ഇനി ശാലിനിയെ കുറ്റപ്പെടുത്തും, ഇനി എന്തൊക്കെ ആകും എന്നുള്ളതൊക്കെയാണ് നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, താങ്ക് യു.